അപ്പോൾ വാർത്താ മാധ്യമങ്ങളെല്ലാം എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ തന്നെ എക്സലോജിക്കിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്താനാവുക എന്ന കാര്യം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. ഇപ്പോൾ ഇന്നത്തെ പത്രം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഒരു പത്രം മുഖ്യമന്ത്രിയുടെ ഫോട്ടോ തന്നെ വെച്ച് പ്രസിദ്ധീകരിച്ചു. അതിൽ ഫോട്ടോ മാത്രമേ വസ്തുതാപരമായിട്ടുള്ളൂ, ബാക്കിയൊന്നും വസ്തുതാപരമല്ല. രാഷ്ട്രീയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷമുള്ള ഗവൺമെൻറ്റിനെയും പരിസ്ഥിതിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയമായ നീക്കമാണ്. ആ നീക്കമാണ് എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പൊതുവെ ആ കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കേസിനെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് കാര്യമില്ല. അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇനി ഓരോ ദിവസവും വരുന്ന ഇലക്ഷൻ വരെ, എപ്പോഴാണോ ഇലക്ഷൻ തീരുന്നത് അതുവരെ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും വന്നുകൊണ്ടേ ഇരിക്കും. ആ ഏജൻസികൾ ഇനിയും പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറയുന്നതിനൊന്നും നമ്മൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് പറയുന്നത്. ബാക്കി ഇത്രയേ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും വലിയ തുകക്ക് കൃത്യമായിട്ട് ഇളവ് നൽകി, അതിന് യാതൊരു തരത്തിലുള്ള വ്യവസ്ഥാപിതമായ തെളിവുമില്ല. അതിനൊക്കെ ഇളവ് നൽകിയിട്ട് വ്യവസ്ഥാപിതമായ തെളിവുള്ളതിന് ഇളവ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ. അത്രയും കണ്ടാൽ മതി. ഏത് അന്വേഷണത്തിന് നമ്മൾ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് എന്തായാലും പ്രശ്നമുണ്ട്. അതെ, അന്വേഷിക്കട്ടെ. എന്താ അന്വേഷിക്കാത്തതിന്? നിങ്ങൾ എന്തായാലും അന്വേഷിക്കണം. ഞാനിപ്പോൾ പറയുന്നത് അത് അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഇളവ് നൽകുകയും ചെയ്തു. അതിൻ്റെ 70% ഇളവ് അവർക്ക് നൽകി. അത് എന്താ? അതുകൊണ്ട് അതിനകത്ത് ഈ റെസീറ്റ് ഉണ്ടായിട്ടാണോ അല്ല എന്തൊക്കെ ഉണ്ടായിട്ടാണോ കൊടുത്തത് ഇളവ്? അത് പരിശോധിച്ച് നോക്കണം. പരിശോധിച്ചോ. അത് രണ്ടും രണ്ടാണ്. രണ്ടായിട്ട് നമ്മൾ കണ്ടാൽ മതി. ബിനീഷ് കോടിയേരിൻ്റെ കേസിൻ്റെ അകത്ത് പാർട്ടി പറഞ്ഞത്, കോടിയേരി തന്നെ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ കോടിയേരി തന്നെ പറഞ്ഞത്, എൻ്റെ മകൻ എന്ന രീതിയിൽ ഒരു ആനുകൂല്യവും പാർട്ടി എന്ന രീതിയിലോ ഞാനെന്ന രീതിയിലോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ള തുറന്ന മനസ്സോടുകൂടിയുള്ള നിലപാടാണ് അന്ന് എടുത്തത്. അത് വേറെ ഒരു കേസിൻ്റെ ഭാഗമാണ്. ഇത് രണ്ടും രണ്ടാണെന്ന് നേരത്തെ അത് സ്റ്റേറ്റ്മെന്റ് ഇറക്കാനുള്ള വസ്തുതാപരമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കെന്ത് സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ട കാര്യം? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.